الحمد لله الذي بنعمته تتم الصالحات وبمنه وكرمه تنزل الخيرات والبركات. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي النبي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له، ولا دين لمن لا عهد له. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا. إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണപാഠങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള കഥകളിൽ അവസാനത്തേത് അഥവാ നാലാമത്തേത്
ദുൽഖർനൈൻ എന്ന രാജാവിനെ കുറിച്ചുള്ളതാണ്. മുമ്പ് ഗുഹാവാസികളുടെ കഥയും ഇരട്ടത്തോട്ടങ്ങളുടെ ഉടമയായ ഒരാളും അയാളുടെ സുഹൃത്തും തമ്മിലുള്ള കഥയും, അതിനുശേഷം മൂസ അലൈഹിസ്സലാം ഖദിർ അലൈഹിസ്സലാമയുടെ അടുത്ത് വിജ്ഞാനം തേടി ചെന്നെത്തുകയും അവർ ഒരുമിച്ച് നടത്തിയ യാത്രയിലുണ്ടായിരുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള കഥയും സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ആ 3 കഥകൾ അല്ലെങ്കിൽ ഈ 4 കഥകളും എന്തർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ നിരീക്ഷണങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഉസൂലുൽ ഫിത്തൻ, ഫിത്നകളിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഫിത്നകൾ, ആ ഫിത്നകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ പഠിക്കുവാൻ, അതിനാവശ്യമായ ഗുണപാഠങ്ങൾ സ്വീകരിക്കാനാണ് ഈ 4 കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ നിരന്തരമായി വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെടുക കൂടി ചെയ്ത ഒരു സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഫിത്നത്തുദ്ദീൻ ആണ്. ദീൻ ആണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ ഫിത്ന ബാധിക്കാൻ സാധ്യതയുള്ള കാര്യം. അങ്ങനെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ദീൻ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ, ദീനിനെ മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ പരീക്ഷണത്തിന് വിധേയമായാൽ, അക്കാര്യത്തിൽ ഫിത്നയിൽ അകപ്പെട്ടാൽ അതിനെ മറികടക്കാനുള്ള പ്രചോദനമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹാവാസികളുടെ കഥയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക. രണ്ടാമത്തത് ഫിത്നത്തുൽ മാൽ, സമ്പത്തിന്റെ ഫിത്നയിൽ ഭൗതികമായ സൗകര്യങ്ങളുടെയും ധനത്തിന്റെയും ഒക്കെ, അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ പറഞ്ഞാൽ ദുനിയാവിന്റെ ഒരു ചതിക്കുഴിയിൽ, പരീക്ഷണത്തിൽ ഒരു വിശ്വാസി അകപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്, ഒരു മനുഷ്യൻ അകപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അയാളെ എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുക എന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഗുണപാഠങ്ങൾ പഠിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലാണ് ഇരട്ടത്തോട്ടങ്ങളുടെ ഉടമയുടെ കഥ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് ഫിത്നത്തുൽ ഇൽം, ഇൽമിന്റെ ഫിത്ന. ഇൽമു കൊണ്ട്, വിജ്ഞാനം കൊണ്ട് ഒരാൾ അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പരീക്ഷണം, കുഴപ്പം. അങ്ങനെ അകപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അകപ്പെട്ടു പോകുന്നതിന് എങ്ങനെയാണ് കരുതിയിരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഗുണപാഠങ്ങളാണ് മൂസ ഖദിർ സംഭവത്തിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. നാലാമത്തെ ഫിത്ന, ഫിത്നത്തു സുൽത്ത, അല്ലെങ്കിൽ ഫിത്നത്തുൽ ഹുക്ം എന്ന് പറയുന്നതാണ്. അധികാരത്തിന്റെ, ഭരണത്തിന്റെ, അതുവഴി വന്നു ചേരുന്ന ഫിത്നയെ കുറിച്ചാണ് നാലാമത്തെ കഥയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പ്രത്യേകിച്ചും സൂറത്തുൽ കഹ്ഫിന്റെ ഒരു അവതരണ പശ്ചാത്തലം നമ്മൾ പറഞ്ഞിരുന്നു. മക്ക ജീവിത കാലഘട്ടത്തിൽ കടുത്ത പ്രതിസന്ധികളെ ഇസ്ലാമിക സമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കഥകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് അവതരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു സൂചന, ഇപ്പോൾ വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെടുന്ന സമൂഹം, മുസ്ലിം സമൂഹം, ഭാവിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ദാരിദ്ര്യമാണ്, നിങ്ങൾ ദുർബലരാണ്
എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ഭാവിയിൽ സമ്പന്നത കൈവരുന്നതോടുകൂടി സമ്പത്തിൽ പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ ചിലർക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കരുത് എന്ന മുന്നറിയിപ്പാണ്. അതേപോലെ തന്നെ മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലപ്പോഴും സമ്പത്തിന്റെയും ഭൗതിക സൗകര്യങ്ങളുടെയും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ഒക്കെ ഫിത്നയിൽ അകപ്പെട്ട് അതിൽ മതിമറന്ന് അഹങ്കരിച്ച് വിശ്വാസികളോട് അന്യായമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇത്തരം പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോയവർക്ക്, ആ പരീക്ഷണത്തിൽ അതിജീവിക്കാൻ കഴിയാത്തവർക്ക്, അവിടെ മാന്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയാത്തവർക്ക് എന്തു വലിയ അപകടങ്ങളും ദുരന്തങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് നിങ്ങളൊന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ് എന്നത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളെയും ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ കഥകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മുഫസ്സിറുമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തേത് പറയുന്നത് ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച്. ആ രാജാവിനെ കുറിച്ച് ജൂതന്മാരുടെ പ്രേരണ വഴി മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചുകൊണ്ട്, നിനക്കങ്ങനെ എല്ലാം അറിയാമെങ്കിൽ നീ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിരുന്നു. ഖദറിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞതാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിരുന്നു. അതേപോലെ തന്നെ ദുൽഖർനൈനെ കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചിരുന്നു. ആ വെല്ലുവിളിക്കുള്ള മറുപടി കൂടിയാണ് വഹ്യ് വഴി അവർക്ക് പോലും അറിയാത്ത ലോകത്ത് സംഭവിച്ചിട്ടുള്ള ചരിത്രങ്ങൾ. ഇതൊന്നും ഖുർആനിലെ കഥകൾ എന്ന് പറയുന്നത് ഭാവനാധിഷ്ഠിതമായ കഥകളല്ല. ഈ ലോകത്ത് യഥാർത്ഥത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള കഥകളാണ് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന സകല കഥകൾ. അതിൽ ഭാവനാധിഷ്ഠിതമായ കഥകളൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് അറിയിക്കുക കൂടി ആണ് അതിന്റെ ലക്ഷ്യം. ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം എങ്ങനെയാണ് തന്റെ ഭരണത്തെ ഏറ്റവും നീതിനിഷ്ഠമായി, ഏറ്റവും മനോഹരമായി, ഭൂമിയുടെ ഏറ്റവും മനോഹരമായ ഒരു പരിപാലനം സാധ്യമാകുന്ന വിധത്തിൽ എങ്ങനെയാണ് മികച്ച ഒരു ഭരണം അദ്ദേഹം കാഴ്ചവെച്ചത്, അദ്ദേഹത്തിന്റെ കരുത്തെന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഗുണവിശേഷങ്ങൾ എന്തായിരുന്നു, അദ്ദേഹം മുറുകെ പിടിച്ചിരുന്ന മൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് അക്രമികളെ നേരിട്ടത്, എങ്ങനെയാണ് അദ്ദേഹം മർദ്ദിതരുടെ പക്ഷത്തു നിന്ന് അക്രമികൾക്കെതിരെ അവർക്ക് വേണ്ടി കോട്ടമതിലുകൾ തീർത്തത് എന്നതിന്റെ കഥകളൊക്കെയാണ് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്. ആ രാജാവ് ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പേരുകൊണ്ട് സൂചിപ്പിച്ചിട്ടില്ല, പേരുകൊണ്ട് പറഞ്ഞിട്ടില്ല. ദുൽഖർനൈൻ എന്ന് പറയുന്നത് ആ രാജാവിന്റെ പേരല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു വിശേഷണമാണ്. ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഇരട്ടക്കൊമ്പൻ എന്നാണ്. അപ്പൊ ഇരട്ടക്കൊമ്പനായ ഭരണാധികാരി, അതാണ് ദുൽഖർനൈനെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. ആ ഇരട്ടക്കൊമ്പനെ കുറിച്ച് അവർ താങ്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയാണ്, അവരോട് പറയുക, സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ചിലതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉത്ബോധനം എന്നുള്ള നിലക്ക് പറഞ്ഞു തരാം. അദ്ദേഹം ആരാണ്, ഏത് രാജ്യത്താണ് അദ്ദേഹം ഭരണം നടത്തിയത്, ഏത് കാലത്താണ് അദ്ദേഹം ഭരണം നടത്തിയത് എന്നതൊന്നും ഈ കഥ വിവരിക്കുമ്പോൾ പ്രസക്തമായ കാര്യങ്ങളല്ല. അദ്ദേഹം എടുത്ത നിലപാടുകൾ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ കരുത്തെന്തായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് തനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കനിഞ്ഞ് അനുഗ്രഹമായി ലഭിച്ച അധികാരത്തെയും സമ്പത്തിനെയും ഭൗതികമായ എല്ലാ തരത്തിലുള്ള ശേഷികളെയും എങ്ങനെയാണ് ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും മനോഹരമായി ജനക്ഷേമത്തിന് വേണ്ടി വിനിയോഗിച്ചത് എന്നത് വിശദീകരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. വളരെ ചുരുക്കി അല്ലാഹു ആ കഥ പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമായി അല്ലാഹു പറയുന്നത്, ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. ദുൽഖർനൈൻ എന്ന് പറയുന്നത് നാം ഭൂമിയിൽ അധികാരം നൽകിയ ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അധികാരം നൽകിയ, ഒരുപക്ഷെ ലോകത്ത്
സമാന സ്വഭാവത്തിൽ ആർക്കും അധികാരം ലഭിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ ലോകത്ത് വളരെ വിശാലമായ അർത്ഥത്തിൽ അധികാരം, ഭരണാധികാരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് നാം. അങ്ങനെ അദ്ദേഹത്തിന് ഭൂമിയിൽ അധികാരം നൽകിയതാണ്. അങ്ങനെ അധികാരം മാത്രമല്ല, എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ വഴികൾ നാം ഒരുക്കി കൊടുത്തു എന്നതാണ്. സബബ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും, ഈ ലോകത്ത് സംഭവിക്കേണ്ടുന്ന ഏതൊരു കാര്യത്തിനും ഒരു കാരണം ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളുടെയും കാരണങ്ങൾ, ആ കാരണങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആ കാരണങ്ങളിലൂടെ എങ്ങനെ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തേണ്ടത് എന്നതിനാവശ്യമായ കഴിവും യോഗ്യതയും കരുത്തും പ്രദാനം ചെയ്യുകയും ചെയ്ത അസാമാന്യ പ്രതിഭയായ ഒരു ഭരണാധികാരി അതായിരുന്നു ഇരട്ടക്കൊമ്പൻ ദുൽഖർനൈൻ എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അള്ളാഹു അകത്ത് നൽകിയതിന് വളരെ ആലസ്യത്തോടെയും അലംഭാവത്തോടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും സാധാരണഗതിയിൽ ഭരണാധികാരികൾ വിനിയോഗിക്കുന്നത് പോലെ വിനിയോഗിക്കാതെ തനിക്ക് നൽകിയ അധികാരവും തനിക്ക് നൽകപ്പെട്ട മറ്റ് അത്ഭുതകരമായ സിദ്ധികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഭൂമിയിൽ പ്രയാണം നടത്തി എല്ലാ മാർഗങ്ങളിലൂടെയും അദ്ദേഹം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ഒരു ഭാഗത്ത് അദ്ദേഹം പടിഞ്ഞാറോട്ട് കടന്നു പോവുകയും പടിഞ്ഞാറ് ഏതാണ്ട് ജനവാസമുള്ള ഭൂമി അവസാനിക്കുന്ന സ്ഥലം എന്ന് കരുതപ്പെടാവുന്ന ഇടം വരെ എത്തുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസി വജദഹ തഗ്റുബു ഫീ ഐനിൻ ഹമിഅത്തിൻ വവജദ ഇൻദഹാ ഖൗമാ എന്നാണ്. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച് സ്ഥലങ്ങളും ജനങ്ങളെയും കീഴടക്കി അവർക്കിടയിൽ നീതി സ്ഥാപിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ജീവിത മാർഗങ്ങൾ അവർക്ക് മുമ്പിൽ സൗകര്യപ്പെടുത്തി കൊടുത്ത് ഉള്ള ഒരു ഭരണാധികാരി യഥാർത്ഥ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടുള്ള പ്രയാണം ഏതാണ്ട് ജനവാസം അവസാനിക്കുന്ന സ്ഥലം വരെ അദ്ദേഹം എത്തി. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കറുത്ത് ചെളി പോലെയുള്ള വെള്ളമുള്ള ഒരു നദിയിൽ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്നത് വരെ, അതിനപ്പുറത്തേക്ക് ഇനി ഒരു കറുത്ത ജലമുള്ള നദിയോ സമുദ്രമോ ആണുള്ളത്, അതിനപ്പുറത്തേക്ക് ജനവാസമില്ല എന്ന് തോന്നിപ്പിക്കുമാറ് പടിഞ്ഞാറോട്ടുള്ള തന്റെ പ്രയാണം തുടരുകയും ആ പോയിന്റിൽ അദ്ദേഹം അവിടെ ഒരു സമൂഹത്തെ കണ്ടു. ആ സമൂഹം അക്രമികളായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അവരുടെ മുമ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നത് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചോയ്സായി വന്നു. അള്ളാഹു ഒരു ഇൽഹാം പോലെ അദ്ദേഹത്തിന് താങ്കൾക്ക് വേണമെങ്കിൽ ഈ പ്രദേശത്തുള്ള അക്രമികളായ ഈ ജനതയെ പാടെ നശിപ്പിച്ചു കളയാം, അതല്ലെങ്കിൽ താങ്കൾക്ക് അവരോട് മാന്യമായി പെരുമാറാം എന്ന് പറഞ്ഞപ്പോ ദുൽഖർനൈൻ എടുത്ത നിലപാട് ഇവരുടെ കൂട്ടത്തിൽ അക്രമം ചെയ്തവരെയൊക്കെ നാം ശിക്ഷിക്കും എന്നതാണ്. അക്രമികൾക്കൊക്കെ ഇവിടെ തന്നെ എന്റെ ഭരണത്തിന് കീഴിൽ അക്രമികൾ ശിക്ഷിക്കപ്പെടും. ഇവിടെ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അവരുടെ നാഥങ്കിലേക്ക് മടക്കപ്പെടുകയും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയും ഏറ്റവും കഠിനമായ അക്രമത്തിനുള്ള അന്യായത്തിനുള്ള ശിക്ഷ അവരവിടെ ഏറ്റുവാങ്ങുകയും ചെയ്യും. അതേ സമയത്ത് വിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഭൂമിയിൽ ഈ ഭൂമിയുടെ പരിപാലന ദൗത്യം നിർവഹിക്കുകയും ചെയ്യുന്ന നല്ലവരായ ആളുകൾ, അവർക്ക് നാം നല്ല കൽപ്പനകൾ നൽകുകയും നല്ല ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അവരെ നാം അന്യായമായി ശിക്ഷിക്കുകയില്ല എന്ന് നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ തേരോട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ആ പടയോട്ടത്തിന് ശേഷം നേരെ തിരിച്ച് കിഴക്ക് ഭാഗത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രയാണം തുടർന്നു. അവിടെ അദ്ദേഹം ഒരു ജനസമൂഹത്തെ കണ്ടു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ജനസമൂഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചന അലാ ഖൗമിൻ ലം നജഅൽ ലഹും മിൻ ദൂനിഹാ സിത്ര. സൂര്യന് കീഴെ ഒരു മറ പോലും സ്വീകരിക്കാതെ, സൂര്യന് കീഴെ വെയിലുകൊണ്ട് ചൂടേറ്റ് ഒരു മറ പോലും സ്വീകരിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹം. മുഫസ്സിറുകൾ അതിനെ പലതരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ ന്യായമായ ഒരു വിശദീകരണം. വളരെ അപരിഷ്കൃതരായ ഒരു സമൂഹം. അവർ വലിയ വീടുകളും കൊട്ടാരങ്ങളും നിർമ്മിക്കാൻ പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല,
സൂര്യന്റെ ആഘാതമേൽക്കുന്നതിൽ നിന്ന് ചെറിയ കുടിലുകൾ കെട്ടാൻ പോലും ശീലിച്ചിട്ടില്ലാത്ത ആദിവാസികളെ പോലെ കാടിന്റെ അല്ലെങ്കിൽ തങ്ങൾ ജീവിക്കുന്ന പ്രദേശത്ത് ഭൂമിയിലെ മണ്ണ് വിരിപ്പായും ആകാശത്തെ മേൽക്കൂരയായും സ്വീകരിച്ച് കഴിയുന്ന അപരിഷ്കൃതരായ ഒരു ജനസമൂഹം. അവരെ ദുൽഖർനൈൻ അവരോട് എന്താണ് പറഞ്ഞത്, അവരുടെ ആവശ്യം എന്തായിരുന്നു എന്നതിനെ ഒന്നും വിശദീകരണം വിശുദ്ധ ഖുർആനിലില്ല. പക്ഷേ ഖുർആൻ നൽകുന്ന സൂചനയനുസരിച്ച് അതൊരു ആദ്യം കണ്ട ജനവിഭാഗത്തെ അപേക്ഷിച്ച് നേരെ വിപരീത സ്വഭാവമുള്ള വളരെ ദുർബലരും അപരിഷ്കൃതരുമായ സാധുക്കളായ ഒരു ജനവിഭാഗമായിരുന്നു അവർ. അപ്പൊ സ്വാഭാവികമായും തനിക്ക് നൽകപ്പെട്ട സിദ്ധികൾ, അധികാരങ്ങൾ, സാമ്പത്തിക ശേഷി ഇതൊക്കെ വെച്ച് ആ സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള, ആ സമൂഹത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ നീതിമാനായ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ദുൽഖർനൈൻ ചെയ്തിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മൂന്നാമത്, അതിനുശേഷവും അദ്ദേഹം തന്റെ പടയോട്ടം തുടരുന്നു. ആ പടയോട്ടം 2 പർവ്വതങ്ങൾക്ക് താഴെ വന്ന് അവസാനിച്ചു എന്നാണ്. ആ പർവ്വതങ്ങൾക്ക് താഴെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവർ മർദ്ദിതരായ സമൂഹമായിരുന്നു. അവരെ മർദ്ദിച്ചിരുന്നത് ഖുർആൻ പേര് പറഞ്ഞ യഅജൂജ് മഅജൂജുമാരാണ്. അത് അക്രമികളായ ഒരു ജനസമൂഹമായിരുന്നു. ആ പർവ്വതങ്ങൾക്കപ്പുറത്ത് ഈ സമൂഹം ജീവിച്ചിരുന്ന, അവരെ പറ്റി ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു സൂചന അവരുടെ സംസാരം തിരിയുമായിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ദുൽഖർനൈന് വശമില്ലാത്ത ഏതോ ഒരു ഭാഷയിൽ സംസാരിച്ചിരുന്ന ഒരു ജനസമൂഹമായിരുന്നു അവർ എന്നാണ്. പക്ഷേ ദുൽഖർനൈൻ തന്റെ സിദ്ധി കൊണ്ട്, തന്റെ കഴിവുകൾ കൊണ്ട് അവർ പറയുന്നത് ആംഗ്യഭാഷയിലോ അല്ലാതെയോ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ അവർ പരാതി പറഞ്ഞത്, ഞങ്ങൾ യഅജൂജ് മഅജൂജിന്റെ അക്രമങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അവരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ മലകൾക്ക് കുറുകെ, ഈ 2 മലകൾക്ക് കുറുകെ താങ്കൾ ഞങ്ങൾക്ക് ഒരു മതിൽ പണിതു തരുമോ എന്ന് ആവശ്യപ്പെടുകയാണ് അവർ ചെയ്തത്. അതിനുവേണ്ടി ഞങ്ങൾ ധനസമാഹരണം നടത്തിയിട്ട് താങ്കൾക്ക് വലിയ പ്രതിഫലം നൽകാൻ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വലിയ പ്രതിഫലം താങ്കൾക്ക് നൽകാം എന്ന് അവർ ഓഫർ ചെയ്യുകയാണ് ചെയ്തത്. അതിനു മുമ്പിൽ മർദ്ദിതരായ ഒരു ജനസമൂഹം തനിക്ക് നൽകപ്പെട്ട ഭരണാധികാരത്തിന് കീഴിൽ വരുന്ന, ഇപ്പോൾ വന്നിട്ടുള്ള മർദ്ദിതരായ ഒരു ജനസമൂഹം അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവരെ മുതലെടുക്കുന്നതിന് പകരം അവരോട്, നിങ്ങളുടെ ധനമൊന്നും എനിക്ക് ആവശ്യമില്ല, മറിച്ച് അള്ളാഹു എനിക്കായി നിലവിൽ തന്നെ നൽകിയിട്ടുള്ള അധികാരങ്ങളും സമ്പന്നതയും ഇതൊക്കെയും നിങ്ങൾ നൽകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും മികച്ചതാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്നൊരു ചില്ലിക്കാശും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മനുഷ്യാധ്വാനമാണ് എനിക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മനുഷ്യാധ്വാനം കൊണ്ട്, ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക, നിങ്ങളുടെ അധ്വാനം കൊണ്ട് സഹായിക്കുക. നമുക്കങ്ങനെ ഒരു മതിൽ പണിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ പ്രവിശാലമായി നിങ്ങളുടെ അധീനതയിലുള്ള ഭൂമികളിൽ പരതി അത് കുഴിച്ചെടുത്ത് അതിൽ നിന്ന് ഇരുമ്പ് കണ്ടെത്തി അത് കൊണ്ടുവരുവേ. അങ്ങനെ ഇരുമ്പിൻ കഷ്ണങ്ങൾ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരുവേ. അത് കൊണ്ടുവന്നതിന് ശേഷം അത് ഊതി കത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ഇരുമ്പങ്ങനെ കത്തി ഉരുകി ഒലിച്ചു വരുന്ന സന്ദർഭത്തിൽ ചെമ്പ് കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. ചെമ്പ് ഉരുക്കി അതിന് മുകളിൽ ഒഴിച്ച് അത് ഭദ്രമായ ഒരു മതിലായി കെട്ടിപ്പണിതുയർത്തി അദ്ദേഹം എന്നതാണ്. അതിനുശേഷം ഒരിക്കലും യഅജൂജ് മഅജൂജ് എന്നല്ല, എത്ര ശക്തിയുള്ള സൈന്യത്തിനും മറികടക്കാൻ കഴിയാത്ത വിധം, ചാടിക്കടക്കാനോ തുരന്ന് കടക്കാനോ പറ്റാത്ത വിധം ഉയരവും വീതിയും ഒക്കെയുള്ള വലിയ ഒരു മതിൽ അദ്ദേഹം അവർക്ക് വേണ്ടി പണി കൊടുത്ത് അവർക്ക് കോട്ട പണിതു കൊടുത്തു എന്നതാണ് ആ കഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഇങ്ങനെ വിവിധ ദിശകളിലേക്ക് തന്റെ ഭരണാധികാരത്തിന്റെ കരുത്ത്, അതിന്റെ നീതി പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞ മഹാനായ ഒരു ഭരണാധികാരി. ആ ഭരണാധികാരിയെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ ഇതെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്ന ഒരുപാട് ഗുണപാഠങ്ങൾ ഇതിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് മനുഷ്യന്മാർ മർദ്ദന പീഡനങ്ങൾക്കിരയായി വരുന്ന കാലഘട്ടത്തിൽ, അക്രമികളുടെ അക്രമത്തിനിരയാകുന്ന സാഹചര്യങ്ങളിൽ അള്ളാഹുവിന്റെ കനിവ് കൊണ്ട്
ഇങ്ങനെ ചില നീതിമാന്മാരായ ഭരണാധികാരികളും നേതാക്കളും ഉദയം ചെയ്യും. അവരുദയം ചെയ്തിട്ട് തങ്ങളുടെ കീഴിൽ വരുന്ന അനുയായികളെ മുതലെടുക്കുന്നതിന് പകരം, ചൂഷണം ചെയ്യുന്നതിന് പകരം, അവരിൽ നിന്ന് ഭൗതികമായ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ, ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ അവർക്ക് സേവനം ചെയ്യാൻ, അവർക്കിടയിൽ നീതി നടപ്പിലാക്കാൻ, അവർക്ക് അക്രമികളിൽ നിന്നുള്ള മർദ്ദനങ്ങൾക്ക് നേരെയുള്ള കോട്ട പണിയാൻ അയാൾ മുന്നിൽ നിന്ന് നയിക്കും. ആ നയിക്കൽ ആ ജനസമൂഹത്തിന് വലിയ ആത്മവിശ്വാസം പകർന്ന് അവരുടെ അധ്വാന ശേഷിയെ തൊട്ടുണർത്തി അവരെ ഇങ്ങനെ ജീവച്ചവങ്ങളാക്കി നിലനിർത്തിയിട്ട് അവർക്ക് സംരക്ഷണമേകുക എന്നതിന് പകരം ദുൽഖർനൈൻ അവസാനം അഭിമുഖീകരിച്ച ജനസമൂഹത്തെ രക്ഷപ്പെടുത്തിയതിന്റെ, അവർക്ക് നീതി സാധ്യമാക്കി കൊടുത്തതിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതനുസരിച്ച് അവരെ തന്നെ ഉപയോഗപ്പെടുത്തി, അവരിൽ തന്നെ അവരറിയാതെ ഒളിഞ്ഞു കിടന്നിരുന്ന കായികമായും സാമ്പത്തികമായും ഒക്കെയുള്ള ശേഷികളെ തൊട്ടുണർത്തി, ഇതാ ഇത്ര കഴിവുകൾ, ഇത്ര ശേഷികൾ അക്രമികൾക്കെതിരെ പ്രയോഗിക്കാൻ, അക്രമികൾക്കെതിരെ കോട്ടകൾ പണിയാൻ, അക്രമികളെ പ്രതിരോധിക്കാൻ, അക്രമികൾക്കെതിരെ വലിയ പ്രതിരോധം തീർക്കുവാൻ നിങ്ങളുടെ കൈവശമുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ഉള്ള തന്ത്രങ്ങൾ, പ്ലാനുകൾ നിങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നതിന്റെ പ്രശ്നമാണ് മാത്രമാണ്. അതല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ആവശ്യമായ പ്രതിരോധവും സുരക്ഷിത ജീവിതവും തീർക്കാൻ മുന്നിൽ നിന്ന് നയിക്കാൻ യോഗ്യനായ ഒരു ഖായിദ്, ഒരു ലീഡർ ഇല്ലാതെ പോയി എന്നത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് ദുൽഖർനൈൻ മുന്നിൽ നിന്ന് നയിച്ച് അവരുടെ അധ്വാന ശേഷിയെ പ്രയോജനപ്പെടുത്തി, അവരുടെ ശേഷിയിൽ അവർക്ക് തന്നെ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്ത്, അവരുടെ അധ്വാന ഫലമായി അവരുടെ കൺമുമ്പിൽ അവർക്കൊരിക്കലും പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നില്ല എന്നവർ തെറ്റിദ്ധരിച്ചിരുന്ന യഅ്ജൂജ് മഅ്ജൂജുമാർക്കെതിരെ വലിയ കോട്ട പണിയുവാൻ, അങ്ങനെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കാൻ ദുൽഖർനൈന് അതിലൂടെ കഴിഞ്ഞു എന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ പരിസമാപ്തിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. നേരത്തെ നമ്മൾ ഇരട്ടത്തോട്ടക്കാരന്റെ കഥയിൽ കണ്ടതുപോലെ തന്റെ കൈവശം 2 തോട്ടങ്ങൾ കൈവന്നതോടുകൂടി, അതിലൂടെയുള്ള സുഭിക്ഷത കൈവന്നതോടുകൂടി ഇതൊക്കെ ഞാൻ എന്റെ ഇൽമു കൊണ്ട് നേടിയെടുത്തതാണ്, ഇതൊക്കെ എന്റെ യോഗ്യതയാണ് എന്ന് അഹങ്കരിക്കുന്നതിന് പകരം ദുൽഖർനൈൻ അവസാന നിമിഷത്തിലും അത്ഭുതകരമായ അമാനുഷികമായ സ്വഭാവത്തിലുള്ള ഒരു കാര്യം സാധ്യമാക്കിയെടുത്തതിന് ശേഷവും അദ്ദേഹം പറയുന്നത് ഇതൊക്കെയും എന്റെ നാഥന്റെ റഹ്മത്തൊന്ന് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഈ മതിലുണ്ടല്ലോ, ഒരാൾക്ക് എത്ര ശ്രമകരമായി അധ്വാനം ചെലവഴിച്ചാലും ചാടിക്കടക്കാൻ കഴിയാത്ത ഈ വൻമതിൽ, ആരൊക്കെ എങ്ങനെയൊക്കെ മെനക്കെട്ടാലും തുരന്ന് കവർന്ന് അപ്പുറം കടക്കാൻ കഴിയാത്ത ഈ മതിൽ, ഇത് കണ്ട് നിങ്ങൾ ഇപ്പോൾ അന്തം വിടുന്നില്ലേ? ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, റഹ്മത്ത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. എന്റെ റബ്ബിന്റെ അവൻ നിശ്ചയിച്ച ദിവസം വരുമ്പോൾ ഇതെല്ലാം തകർന്നു പോകുന്നതാണ്. ഇതാണ് അവസാനത്തെ അഭയകേന്ദ്രം എന്ന് നിങ്ങൾ ധരിക്കരുത്. റബ്ബാണ് ആദ്യത്തെയും അവസാനത്തെയും അഭയകേന്ദ്രം. ഈ കോട്ട പോലും ഈ മതിൽ പോലും നിലനിൽക്കുക അത് റബ്ബിന്റെ നിശ്ചയിച്ച ഒരു അവധി എത്തുന്നത് മാത്രമാണ് എന്ന ദൈവവിശ്വാസത്തിന്റെ ഈമാനിന്റെ പാഠങ്ങൾ ആ സമൂഹത്തിന് പ്രബോധനപരമായി പകർന്നു കൊടുക്കുക കൂടി ചെയ്തു ദുൽഖർനൈൻ എന്നതാണ്. സമകാലികമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളോട് ഈ കഥകളെയൊക്കെയും നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് ഗുണപാഠങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി നമുക്ക് എന്തിന്റെ കുറവാണുള്ളത് എന്ന് ചോദിച്ചാൽ, നമുക്ക് യോഗ്യനായ ഒരു നേതാവിന്റെയോ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് യോഗ്യതയുള്ള ഒരു നേതൃത്വത്തിന്റെ കുറവുണ്ട്. ആ നേതൃപദവികളിലേക്ക് പ്രവാചകന്മാർ ഇറങ്ങി വരികയില്ല, അമാനുഷികരായ ആളുകൾ ഇറങ്ങി വരികയില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇഖ്ലാസ് കൊണ്ട്, ഈമാൻ കൊണ്ട്, അള്ളാന്റെ റഹ്മത്ത് കൊണ്ട്, തൗഫീഖ് കൊണ്ട് യോഗ്യരായ നേതാക്കന്മാർ ഉയർന്നു വരുന്നതോടുകൂടി ഈ സമുദായം അതിന്റെ ശേഷി തിരിച്ചറിയും, അതിന്റെ കഴിവ് തിരിച്ചറിയും, അതിന്റെ അധ്വാന ശേഷിയും അതിന്റെ കായിക ശേഷിയും അതിന്റെ സാമ്പത്തിക ശേഷിയും ഈ ദുനിയാവിലുള്ള സാധ്യതകളും തിരിച്ചറിയും. അത് ഉപയോഗപ്പെടുത്തുവാൻ
ഏറ്റവും ഫലപ്രദമായി ലീഡ് ചെയ്യുന്ന, നേതൃത്വം വഹിക്കുന്ന ഒരു നേതൃത്വം ഈ സമുദായത്തിന് ഉണ്ടായി വരേണ്ടുന്ന കാര്യം മാത്രമേയുള്ളൂ. ഈ സമുദായം അകപ്പെട്ടിട്ടുള്ള അധപ്പതനങ്ങളിൽ നിന്ന് കരകയറാൻ എന്ന ആത്മവിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കണം. ആ നേതൃത്വങ്ങൾ നമുക്കിടയിൽ നിന്ന് ഉയർന്നു വരണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നേതൃത്വം ഏത് സന്ദർഭത്തിലും നമ്മൾ അല്ലാഹുവിനോട് ചേർന്ന് നിന്നാൽ, നമ്മൾ ഈമാൻ പുലർത്തിയാൽ നമുക്കായി അങ്ങനെ ഒരു നേതൃത്വത്തെ, അങ്ങനെ ഒരു നേതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൈകാതെ ഒരുക്കി തരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് കലുഷ്യമായ സമകാലിക ജീവിത സാഹചര്യത്തിൽ ആത്മവിശ്വാസത്തോടെ, ഖുർആൻ നൽകുന്ന ഉശിരോടെ, ആത്മവിശ്വാസത്തോടെ, കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം. അല്ലാഹുവിന്റെ കൃപ നമ്മളിൽ ഉണ്ടായി തീരുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المستضعفين المظلومين في جميع أنحاء العالم يا ذا الجلال والإكرام. يا ذا الجلال والإكرام برحمتك نستغيث. اللهم أغثنا. اللهم انصرنا. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المظلومين المحتلين في فلسطين. اللهم انصرهم ولا تنصر عليهم. اللهم كن لهم ولا تكن عليهم. اللهم اهزم أعداءهم أجمعين. اللهم أرنا في الظالمين عجائب قدرتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.